ഹലോ ഗൈസ്, എൻഗേജ്മെന്റ് ഒരു ത്രില്ലില്ല. ഇത് പൂച്ച, ഇത് പട്ടി. വേറെ നടക്കാൻ വയ്യ കേട്ടോ. ഞാൻ ഇതുവരെ ഷുഗർ ഒന്നും കഴിച്ചിട്ടുണ്ടാവുമ്പോ ഷുഗർ കഴിച്ചു. എന്തിനാ? അടിപൊളി ചേർക്കല്ലോ. നമുക്കിന്നൊരു സ്പെഷ്യല് ദിവസമാണ്. നമ്മുടെ പയ്യന്റെ കല്യാണ നിശ്ചയമാണ്. ഏത് പയ്യന്റെ? ഭരത് 135ന്റെ കല്യാണ നിശ്ചയമാണ് ഗൈസ്. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു. അന്ന് എല്ലാവരും കമന്റിലൊക്കെ ചോദിച്ചാൽ ഇത് ഒറിജിനലാണോ. അപ്പോൾ അത് ഒറിജിനലാണ്. ഇന്ന് നമ്മൾ എൻഗേജ്മെന്റ് ദിവസമാണ്. അപ്പോൾ നമ്മൾ അവനെ മേക്കപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. മേക്കപ്പ് ചെയ്ത് അവനെ കല്യാണ നിശ്ചയത്തിന് ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ നേരെ കല്യാണ നിശ്ചയത്തിന് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗൈസാന്റെ ഭരതനെ കൊണ്ട് ഒരുങ്ങാൻ പുള്ളി കിട്ടി. കിട്ടി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചന്ദ്രൻ ക്യാമറ കൊണ്ടുവരും. ആവശ്യമില്ലാത്ത സമയത്തുള്ള ക്യാമറ ഓണാക്കി വെക്കും. ആവശ്യമുള്ള സമയത്ത് അപ്പുറത്ത് വേണം ഭരതന്നെ. അപ്പൊ നമ്മുടെ വാസ്കോടെ വിഗ് പെർമനന്റ് ആക്കിയിരിക്കുകയാണ്. പശ വെച്ച് ഒട്ടിച്ച് നെറ്റിയിരിക്കുകയാണ്. ഭരതന്നെ സിൽക്കിന്റെ ഡ്രസ്സൊക്കെ എടുത്ത്. വാസ്കോടെ എങ്ങനെ മുടി? ഇത് കൊള്ളാം കേട്ടോ. ഞാൻ ആഗ്രഹിച്ചൊരു ഹെയർ സ്റ്റൈലായിരുന്നു. അത് മുടി ജീപ്പിയാ മതി. സാധാ ചീപ്പ് വെച്ച് മുടി ജീപ്പി ഇങ്ങനെ ഇരിക്കും. എന്റെ മുടി എത്ര ജീപ്പിയാലും ഇങ്ങനെ പൊങ്ങി. പണ്ട് ഒരു മുടി ഉണ്ടായിരുന്നു പൊങ്ങിയിരിക്കുന്നു. താങ്ക് യു. വേറെ നടക്കാൻ വയ്യ കേട്ടോ. നമ്മുടെ ബ്ലോഗറാണ് ഇവിടെ വായി തുറന്ന് നിൽക്കുവാണ്. നല്ല രസമുണ്ട്. അപ്പൊ ഗായ്സ്, നമ്മൾ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഞാനിന്ന് ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അനന്തുകൊണ്ടാണ് ചന്ദനക്കുറി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇനി അടുത്ത് വീട്ടിലോട്ട് പോയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് വണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകും നിശ്ചയത്തിലേക്ക്. എന്തോ ആംഗിളാണ് വെക്കുന്നത്. ഗായ്സ്, നമ്മളങ്ങനെ ബ്യൂട്ടീഷ്യൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഒഴിഞ്ഞ് മെനയായിട്ടിരിക്കുന്ന ചിഞ്ചി ചേച്ചി, നാത്ത് അശ്വതി ചേച്ചി, ജിത്തു, ടീച്ചർ ഷംസ് വന്നിട്ടുണ്ട്. കണ്ട് ശരത്തന്നെ കൂട്ടിട്ടുണ്ടിരിക്കുന്നത്. ഹായ് പറ. കണ്ടപ്പോ എന്തോ നിനക്ക് നിശ്ചയത്തിനെ പറ്റി പറയാനുള്ളത്? ഹാപ്പി ഓണോ? എല്ലാരും കല്യാണം കഴിക്കുക. നീയോ? പള്ളിയിലച്ഛനാ പോ. ശരത്തണ്ണ എന്തോ പറയാനുള്ള ഭരതന്റെ എന്താ പറയാ? ആശംസകൾ അത്രേ ഉള്ളൂ. ജീവിതം ഉണ്ടാവട്ടെ. ഐസാണ്ട് അനന്തുവണ്ണൻ ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ടുണ്ട്. ഐസാണ്ട് ചിഞ്ചുവണ്ണനും എടുത്തരാം. ചിഞ്ചുവണ്ണൻ ബെൻസും കൊണ്ട് വന്നിട്ടുണ്ട്. ചിഞ്ചുവണ്ണ ഭരതൻ നിശ്ചയത്തിനെ പറ്റി രണ്ടു നോക്കറ. പ്രത്യേകിച്ച് ഉപദേശം ഒന്നും കൊടുക്കാനില്ല. സെറ്റായിട്ടൊക്കെ ജീവിക്കുക, അത്രേ ഉള്ളൂ. അടിപൊളി ചേർക്കല്ലോ. ഐസാണ്ട് റെബേക്ക ഉണ്ടാക്കി കൊണ്ടുവന്ന ഹാമ്പർ. മുതലാളി ഐസാണ്ട് ചിഞ്ചുവണ്ണ ബെൻസും കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചിഞ്ചുവണ്ണ ബെൻസ് ആണ്ട് ബക്കറ്റും കൊണ്ട് മനുഷ്യൻ. നമ്മള് പെണ്ണിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങള് ട്രാവലറിൽ നിന്ന് ഇറങ്ങുക. അവിടെ ജഗലെണ്ണം വഴി വെച്ച് കേട്ടിരുന്ന് നമ്മുടെ അവിടെ ഏകദേശം 10-17 കിലോമീറ്റർ, 10-15 കിലോമീറ്റർ അപ്പുറമാണ് പെണ്ണിന്റെ വീട്. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പെണ്ണിനെ കാണിക്കാതെ നമ്മൾ പെണ്ണ് കാണുന്ന വീഡിയോ ചെയ്തു. അതിന് ഓർമ്മ ഉണ്ടോ റബേക്ക്? പെണ്ണ് കാണുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ മൊത്തം എല്ലാവരും വന്നിട്ട് പെണ്ണിനെ കാണിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വ്ളോഗിലും തുടർന്നുണ്ടാകുന്ന ഒരു വീഡിയോയിലും എല്ലാ പെണ്ണിനെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ എൻഗേജ്മെന്റ് നമുക്ക് ചലഞ്ച് കൊടുക്കാം. ചലഞ്ച് തരാം. ചിഞ്ചോണ വണ്ടി കയറിട്ട് പുള്ളി വണ്ടി ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചോ? അല്ല, വണ്ടിയുടെ കണ്ണാടി നടക്കത്തെ മിറർ പിടിച്ച് തിരിക്കാൻ ശ്രമിച്ചു. ഓടിഞ്ഞോ? ഗൈസ്, ഇവിടെ നമ്മൾ ഭരതന്റെയും പൂച്ചയുടെയും നിശ്ചയത്തിൽ വന്നിട്ട് അവരിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. കാര്യം പെണ്ണിനെ റിവീൽ ചെയ്യുന്ന ഫോട്ടോ മജീഷണ്ണൻ അതുകൊണ്ട് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക.
എന്താ നിശ്ചയത്തിനെ പറ്റി രണ്ടു പറ. അല്ല ഇതിനെ ഈ മൊമെന്റിനെ പറ്റി പറ. എന്തെങ്കിലും സ്ട്രഗിളിന്റെ നേടിയിരിക്കുന്നു. നമ്മൾ അനന്തന്റെ ചാനലിൽ പറയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് പറയാൻ എന്തൊക്കെ എനിക്ക് ഒരുപാട് വണ്ടി പഞ്ചറായി. അത്രയുള്ള സ്ട്രഗിൾ. എൻഗേജ്മെന്റ് ഒരു ത്രില്ലില്ല. അല്ല എൻഗേജ്മെന്റ് ആവുന്നല്ലേ ഉള്ളൂ, ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവർ രണ്ടുപേരുടെ നിശ്ചയ എൻഗേജ്മെന്റ് ആണ്. ചിന്തയുടെ മുടിയും കൂടെ അയച്ചിരുന്ന യൂട്യൂബിലൊക്കെ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അത് നമ്മുടെ ഒരു സ്പേസ് ചെയ്യുന്ന നമ്മൾ വീഡിയോ ഇടുന്നത് അല്ലേ? നമ്മളൊരു 4 പേര് മാത്രമേ കാണാവുന്ന. അതെ ഇതിപ്പോൾ 15 ലക്ഷം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ 10 പേരുടെ മുമ്പിൽ കാര്യം പറയുമ്പോൾ കാര്യം പറയണ്ട. ഇവിടെ പിടിച്ച് കയറ്റി തുടങ്ങാൻ പോവാണ്. ചില കുറേ കാണാം. അതെന്താണ് ഞാൻ ഫിക്സ് ചെയ്തിട്ട് വിളിച്ചോണ്ട് നീ വിളിച്ചോണ്ട് വരുമോ? നിശ്ചയവും അതും ഇതൊക്കെ വേണ്ടേ? ഞാൻ പാർട്ടി തരും. ഭരതന്റെ ഒരു ഫാൻ വന്നിട്ടുണ്ട് അവിടെ. ഗൈസ് അവിടെ ജാതകം കൈമാറി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ഫാമിലി എല്ലാവരും കൂടെ അവിടെ വന്ന് നിൽപ്പുണ്ട്. എന്തിനാ? മോതിരം കൈമാറാൻ. ഗൈസ് ഭരതന്റെ കേക്ക് മുറിക്കൽ ചടങ്ങാണിനി. ഗൈസ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. പൈസ നിങ്ങളെ പറ്റിച്ച്. ഞാൻ ഇതുവരെ ഷുഗർ ഒന്നും കഴിച്ചിട്ടുണ്ടാവുമ്പോ ഷുഗർ കട്ട് ഞങ്ങളല്ലേ നമ്മള് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. അർത്ഥമല്ലടാ നീ എനിക്ക് അർത്ഥമല്ല. കുറച്ചേലും ബാക്കി വെക്കണേ കേട്ടോ. മൊത്തം തിന്ന് തീർത്താണ്ട് രണ്ടുപേർ ഗൈസ്. ഇവർ രണ്ടുപേരുടെ ഇത് മൊയ് പാത്രം മൊത്തം ഇവർ രണ്ടുപേരുടെ തിന്ന് തീർത്ത് ഗൈസ്. നമ്മൾ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും കണ്ടപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ എൻ്റെ സീക്കൂട്ട മജീഷിൻ്റെ റെബേക്ക, മാളു, അംഷു അതെന്താണ് സദ്യക്ക് എങ്ങനെയുണ്ട്? വളരെ നല്ല സദ്യയായിരുന്നു. ഞാൻ വേറെ റിവ്യൂ കൊടുത്തോ? ചേട്ടാ അവിടെ റിവ്യൂ ഒന്ന് ചോദിച്ചേ. ഞാൻ പോവാം. ഒരു പപ്പടത്തിന്റെ അടി ഒഴിവായത്. എന്റെ പപ്പടം മാള് കയറി എടുത്ത്. പൂച്ചയുടെ ടുട്ടു എന്തെങ്കിലും പൂച്ചയുടെ പട്ടി. ഇത് പൂച്ച, ഇത് പട്ടി. ഗൈസ് നമ്മൾ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. റബേക്കയുണ്ട് എൻ്റെ കൂടെ. ഗൈസ് നമ്മൾ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ് പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ടൊരു ഫോട്ടോഷൂട്ടിനായിട്ട് നമ്മളിവിടെ പുല്ലൂർ തന്നെയുള്ള അഷ്ടമംഗല അമ്പലത്തിൽ വന്നിട്ടുണ്ട്. മിഥുനുവിൻ്റെ അമ്പലം. അപ്പോൾ നമ്മൾ ഭരതനും പൂച്ച അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഫോട്ടോ ഒക്കെ എടുത്തോ? ഫോട്ടോ എടുത്തു. ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. കൊള്ളായിരുന്നു. ഉള്ളു കയറി കാലി കൊണ്ട്. ഗൈസ് പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എൻഗേജ്മെന്റ് എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വട്ടം കൂടെ എൻഗേജ്മെന്റ് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഉണ്ടോ? പെട്ടെന്ന് തീർന്ന പോലെ. ഇനി കല്യാണം ഉടനെ ഉണ്ട്. കല്യാണം എങ്ങനെയായിരിക്കും? കല്യാണം ഇതിലും ഗംഭീരമാക്കാൻ ശ്രമിക്കണം. അടിപൊളിയാക്കണം നമുക്ക്. ഡാൻസ് ഉണ്ട്. അതെ ഡാൻസ് ഉണ്ട്. അനന്തുണ്ട്. എന്റെ പാട്ടുണ്ട്. പാട്ട് മസ്റ്റ്. നമ്മള് എൻഗേജ്മെന്റ് തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് നമ്മൾ പോവാണ്. അപ്പം ഈ വ്ളോഗ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ഇവരുടെ കല്യാണ വ്ളോഗുമായിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ വ്ളോഗ് വരും, കല്യാണ വ്ളോഗുമായിട്ട് നമ്മൾ വരും. ബൈ.